കശാപ്പ് നിയന്ത്രണ വിജ്ഞാപനത്തിന് മദ്രാസ് ഹൈക്കോടതിയുടെ സ്റ്റേ. ഭക്ഷണം പ്രാഥമിക അവകാശമാണെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വ്യക്തമാക്കി. ഭക്ഷണക്കാര്യത്തിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് എന്ത് അവകാശമാണെന്ന് കോടതി ചോദിച്ചു. മനു ശങ്കർ ചേരുകയാണ് വിവരങ്ങളുമായി. മനു, കടുത്ത പ്രതിഷേധമുയർന്ന ഒരു സാഹചര്യത്തിലാണോ കോടതിയുടെ ഉത്തരവ്? ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളെ ഈ ഉത്തരവ് എങ്ങനെയാണ് ബാധിക്കുക? രാജ്യവ്യാപകമായി തന്നെ ഈ ഉത്തരവ് ബാധിക്കപ്പെടും. ഭക്ഷണം മനുഷ്യന്റെ പ്രാഥമിക അവകാശമാണെന്നും ഇതിലിടപെടാൻ കേന്ദ്രത്തിന് എന്ത് അവകാശമെന്നും ചോദിച്ചാണ് ഒരു മാസത്തേക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. കേന്ദ്ര വിജ്ഞാപനമാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് എന്നതിനാൽ തന്നെ ചെന്നൈക്കും അതോടൊപ്പം തമിഴ്നാടിനും പുറത്ത് രാജ്യവ്യാപകമായി തന്നെ ഈ ഉത്തരവ് വിജ്ഞാപനം സ്റ്റേ ചെയ്യപ്പെടും. അതിനാൽ തന്നെ 4 ആഴ്ച കാലയളവിൽ ഈ പുതിയ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള പശു, കാള, എരുമ, പോത്ത്, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളെ കശാപ്പിനായി ചന്തയിൽ വിൽക്കുന്നതിന് നിരോധനം ഉണ്ടാവുകയില്ല. ഈ വിജ്ഞാപനത്തിന് നിയമസാധുതയും 4 ആഴ്ചത്തേക്ക് ഉണ്ടാവുകയില്ല. രാജ്യവ്യാപകമായി തന്നെ ഈ ഉത്തരവ് നിലവിൽ വരും എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അടിയന്തരമായി പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള സാഹചര്യം വ്യക്തമാക്കണമെന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 4 ആഴ്ചക്കകം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസും അയച്ചു. ഇതുകൂടാതെ ഈ ഒരു ഉത്തരവ് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണോ, തമിഴ്നാട് സർക്കാർ തയ്യാറാണോ എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണവും കോടതി ആരാഞ്ഞിട്ടുണ്ട്. ഇതിലും മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. നേരത്തെ 1960-ലെ മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ നിയമപ്രകാരമാണ് കേന്ദ്രം കശാപ്പിനായി കന്നുകാലികളെ വിൽക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. എന്നാൽ ഈ കേന്ദ്ര വിജ്ഞാപനത്തിൽ 1960-ലെ നിയമവുമായി അടിസ്ഥാനപരമായ വൈരുദ്ധ്യമുണ്ടെന്നാണ് മദ്രാസ് ഹൈക്കോടതിയിൽ ആക്ടിവിസ്റ്റും അഭിഭാഷകനുമായ സെൽവ കോമതി എന്നയാൾ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇതിൽ തന്നെ പറയുന്നത് മതപരമായ ആവശ്യത്തിനായി കന്നുകാലികളെ വിൽക്കുന്നതിന് ഈ പുതിയ വിജ്ഞാപനത്തിൽ നിരോധിച്ചിരുന്നു. പക്ഷേ 1960-ലെ നിയമത്തിൽ മതപരമായ ആവശ്യങ്ങൾക്ക് കന്നുകാലികളെ വധിക്കുന്നതിന് ഒരു തരത്തിലും എതിർക്കുന്നില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇക്കാര്യത്തിലും കേന്ദ്ര സർക്കാർ 4 ആഴ്ചക്കകം വിശദീകരണം നൽകേണ്ടി വരും. ഇനി കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ള ഏക വഴി മറ്റൊരു ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുക എന്നതാണ്. പക്ഷേ ഈ 4 ആഴ്ചക്കകം ഇങ്ങനെ ഒരു സമീപനത്തിനോ നിയമ സാധ്യതകളൊക്കെ തേടിയാലും നിലവിലെ സാഹചര്യത്തിൽ 1 മാസമെങ്കിലും ഈ ഉത്തരവ് സ്റ്റേ ചെയ്യപ്പെട്ടത് രാജ്യവ്യാപകമായി തന്നെ നിലനിൽക്കാനുള്ള സാധ്യതയാണുള്ളത്. ഗ്രീഷ്മ. മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. വാട്ടർ മെട്രോയ്ക്ക് 38 കോടി രൂപയുടെ കൺസൾട്ടൻസി കരാർ. ദില്ലിയിൽ ചേർന്ന ഡയറക്ടർ ബോർഡാണ് അംഗീകാരം നൽകിയത്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടത്തിന് കേന്ദ്ര അനുമതി ലഭിക്കുമെന്ന് MD ഏലിയാസ് ജോർജ് പറഞ്ഞു. സന്തോഷ് സലൈൻ ചേരുകയാണ് വിവരങ്ങളുമായി. സന്തോഷ്, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അഞ്ജു, ഇന്ന് ഡൽഹിയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ഈ കൺസൾട്ടൻസി കരാർ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാകും. ഇതിനായി 38 കോടി രൂപ മുടക്കിയാണ് ഇപ്പോൾ കൺസൾട്ടൻസി കരാർ തയ്യാറാക്കിയിരിക്കുന്നത്. എയ്കോം എന്ന കമ്പനിക്കാണ് കൺസൾട്ടൻസി നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടത്തിന് അനുമതി ഉടൻ ലഭിക്കുമെന്നും MD ഏലിയാസ് ജോർജ് യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന് അനുകൂല അഭിപ്രായമാണുള്ളത്. കാരണം 2ാം ഘട്ട പദ്ധതി PPP മോഡൽ തന്നെയാകും എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാരണം ആദ്യഘട്ടത്തിൽ PPP മോഡലിൽ തന്നെ പദ്ധതി വിഭാവനം ചെയ്യണം എന്ന നിർബന്ധം നഗരവികസന മന്ത്രാലയത്തിനുണ്ടായിരുന്നു. എന്നാൽ 2ാം ഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാകില്ല എന്ന കാര്യവും MD ഏലിയാസ് ജോർജ് വ്യക്തമാക്കി. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് വാട്ടർ മെട്രോ തന്നെയാണ്. വളരെ കാലമായുള്ളൊരു ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ പിന്നെ വാട്ടർ മെട്രോയുടെ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങാം എന്നതായിരുന്നു തീരുമാനം. അതിന്റെ കൺസൾട്ടൻസി കരാർ ഇപ്പോൾ തയ്യാറായിരിക്കും. സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസുകാർ പരസ്യമായി മാടിനെ അറുത്തതിനെതിരെ ദില്ലിയിൽ യുവമോർച്ച സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ പശുക്കുട്ടിക്ക് പീഡനം. പ്രതിഷേധത്തിന്റെ ഭാഗമായി നടത്തിയ ഗോപൂജയ്ക്ക് കൊണ്ടുവന്ന പശുക്കുട്ടിക്കാണ് മണിക്കൂറുകൾക്ക് പീഡനം നേരിടേണ്ടി വന്നത്. ബലം പ്രയോഗിച്ച് പശുക്കുട്ടിയെ ഓട്ടോറിക്ഷയിൽ തള്ളിക്കയറ്റുന്ന കാഴ്ച ദയനീയമായിരുന്നു. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസുകാർ പരസ്യമായി മാടിനെ അറുത്തതിനെതിരെയായിരുന്നു ദില്ലിയിൽ AICC ആസ്ഥാനത്തിന് സമീപം BJPയുടെ യുവജന സംഘടനയായ യുവമോർച്ചയുടെ പ്രതിഷേധം. ഗോമാതാവിനെ ജയ് വിളിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചു. ഗോപൂജയായിരുന്നു അടുത്ത പരിപാടി. അതിനായി ഒരു പശുക്കിടാവിനെയും കൊണ്ടുവന്നു. ഒരു മരത്തിൽ പശുക്കുട്ടിയെ കുരുക്കിക്കെട്ടി പൂജ തുടങ്ങി. ചാനൽ ക്യാമറകളുടെ എണ്ണം കൂടിയപ്പോൾ എല്ലാ യുവമോർച്ചക്കാർക്കും പശുക്കുട്ടിയുടെ ദേഹത്ത് കൈവച്ച് തന്നെ പൂജ നടത്തണമെന്ന് നിർബന്ധം. ആളിലും തിരക്കിലും പെട്ട അതിന്റെ ദൈന്യതയാണ് പിന്നീട് കണ്ടത്. പ്രതിഷേധ മാർച്ച് തുടങ്ങിയപ്പോൾ ചാനൽ ക്യാമറകൾ അതിനു പിന്നാലെ പോയതോടെ യുവമോർച്ചക്കാർ കൈയൊഴിഞ്ഞ പശുക്കുട്ടിയുടെ കാര്യം കൂടുതൽ കഷ്ടത്തിലായി. ഓട്ടോറിക്ഷയിൽ കയറാൻ കൂട്ടാക്കാതിരുന്ന പശുക്കുട്ടിയെ ഗോമാതാവാണെന്ന കാര്യം മറന്ന് ബലം പ്രയോഗിച്ച് തള്ളിക്കയറ്റാനായി ശ്രമം. 15 മിനിറ്റ് നേരത്തോളം പശുക്കുട്ടിയെയും കയറ്റി നിർത്തിയിട്ടതിന് ശേഷമാണ് ഓട്ടോ പോയത്. ചുരുക്കി പറഞ്ഞാൽ
ഗോഹത്യക്കെതിരായ പ്രതിഷേധത്തിനെത്തിച്ച പശുക്കിടാവിനെ 1.5 മണിക്കൂർ കൊടിയ പീഡനത്തിന് ഇരയാക്കിയാണ് തിരിച്ചു കൊണ്ടുപോയത്. ഗോപൂജയുടെ പേരിൽ ഒരു മിണ്ടാപ്രാണിയെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് നിങ്ങൾ പറയുന്ന ഗോപീഡനത്തിന്റെയും മൃഗപീഡനത്തിന്റെയും പരിധിയിൽ വരുമോ എന്ന കാര്യം യുവമോർച്ചക്കാർ വ്യക്തമാക്കണം. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം എം സന്തോഷ്. ബാബറി മസ്ജിദ് കേസിൽ ബിജെപിക്ക് തിരിച്ചടി. എൽ.കെ. അദ്വാനി ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരായ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ലക്നൌവിലെ സിബിഐ കോടതി പുനഃസ്ഥാപിച്ചു. കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ട് അദ്വാനിയും മുരളി മനോഹർ ജോഷിയും അടക്കമുള്ളവർ സമർപ്പിച്ച വിടുതൽ ഹർജി കോടതി തള്ളി. 50,000 രൂപയുടെ വ്യക്തിഗത ബോണ്ടിൽ ജാമ്യം അദ്വാനിക്കും കൂട്ടുപ്രതികൾക്കും ജാമ്യം അനുവദിച്ചു. ബാബറി മസ്ജിദ് പൊളിക്കാൻ ഗൂഢാലോചന നടത്തി, പ്രകോപന പ്രസംഗം നടത്തി, കർഷകരെ ഇളക്കിവിട്ടു, വർഗീയ സംഘർഷത്തിന് തുടക്കമിട്ടു തുടങ്ങിയ കുറ്റങ്ങൾ എൽ.കെ. അദ്വാനി, മുരളി മനോഹർ ജോഷി, കേന്ദ്രമന്ത്രി ഉമാഭാരതി തുടങ്ങിയവർക്കെതിരെ ചുമത്തി. ഇവരോടൊപ്പം പ്രതികളായ ബി.ജെ.പി. എം.പി വിനയ് കത്യാർ, രാമജന്മഭൂമി ട്രസ്റ്റ് ചെയർമാൻ ഗോപാൽദാസ് തുടങ്ങി 12 പേർക്കെതിരായ കുറ്റങ്ങളും പുനഃസ്ഥാപിച്ചു. കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച ശേഷം വിചാരണ നടപടികളിലേക്ക് സിബിഐ പ്രത്യേക കോടതി ജഡ്ജി എസ്.കെ. യാദവ് കടന്നു. പ്രതികളുടെ ജാമ്യ ഹർജി പരിഗണിച്ച കോടതി 50,000 രൂപയുടെ വ്യക്തിഗത ബോണ്ടിൽ എല്ലാവർക്കും ജാമ്യം അനുവദിച്ചു. കുറ്റങ്ങൾ തള്ളണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി വിചാരണ കോടതിയിൽ അദ്വാനി ഫയൽ ചെയ്തു. 2 വർഷത്തിനുള്ളിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കാനാണ് സുപ്രീം കോടതി വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ അവധി നൽകാവൂ, ജഡ്ജിയെ മാറ്റരുത് തുടങ്ങിയ കർശന നിർദ്ദേശങ്ങളും ബാബറി മസ്ജിദ് കേസ് വിചാരണയ്ക്കായി സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. എൽ.കെ. അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങിയവർക്കെതിരായ കുറ്റങ്ങൾ 2010 അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. അതിനുശേഷം 1 മാസം മുമ്പ് സുപ്രീം കോടതി കുറ്റങ്ങൾ പുനഃസ്ഥാപിച്ചതാണ് അദ്വാനിയെ വിചാരണ കോടതിക്ക് മുന്നിലെത്തിച്ചത്. കോടതിയിൽ ഹാജരാകാൻ ലക്നൌവിലെത്തിയ അദ്വാനിയെ യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇ.പി. ജയരാജനെതിരായ ബന്ധു നിയമന കേസ് അവസാനിപ്പിക്കുന്നതായി വിജിലൻസ് ഹൈക്കോടതി അറിയിച്ചു. കേസിൽ കഴമ്പില്ലെന്നും കേസെടുത്തതിൽ വിജിലൻസിന് തെറ്റുപറ്റിയെന്നും വിജിലൻസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ആർക്കുവേണ്ടിയാണ് കേസെടുത്തതെന്ന് ചോദിച്ച കോടതി മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടി കേസ് എടുക്കരുതെന്നും വിജിലൻസിനെ ഓർമ്മിപ്പിച്ചു. ഇ.പി. ജയരാജനെതിരെ കേസെടുത്തതിൽ തെറ്റ് ബോധ്യപ്പെട്ടെന്ന് വിജിലൻസ് ഹൈക്കോടതി അറിയിച്ചു. കേസ് നിലനിൽക്കില്ലെന്നും കേസിൽ കഴമ്പില്ലെന്നും ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വിജിലൻസ് വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴാണ് കേസ് അവസാനിപ്പിക്കുന്നതായി വിജിലൻസ് ഹൈക്കോടതി അറിയിച്ചത്. ആർക്കുവേണ്ടിയാണ് കേസെടുത്തതെന്ന് കോടതി വിജിലൻസ് അഭിഭാഷകനോട് ചോദിച്ചു. രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും വേണ്ടി കേസെടുക്കരുത്, ജനവികാരത്തിനനുസരിച്ചും കേസെടുക്കരുത്, വിജിലൻസിന് നിയമവും നടപടിക്രമങ്ങളുമുണ്ട്, അത് പാലിക്കണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ പരാതി മാഫിയ കാരണം നോക്കി നടക്കുകയാണ്. പരാതികൾ പരിശോധിച്ച് നിയമത്തിന്റെ പരിധിയിൽ നിന്ന് വേണം കേസെടുക്കാനെന്നും കോടതി വിജിലൻസിനെ ഓർമ്മിപ്പിച്ചു. ജയരാജനെതിരെ കേസെടുത്ത വിജിലൻസ് നടപടി മന്ത്രിസഭയുടെ അധികാരത്തിലുള്ള കടന്നുകയറ്റമാണെന്നും കോടതി നിരീക്ഷിച്ചു. തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇ.പി. ജയരാജൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. കേസ് വിധി പറയാൻ അടുത്ത മാസം 6 മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തിൽ കാലവർഷം എത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തെക്കൻ കേരളത്തിലാണ് മഴ ശക്തിപ്പെട്ടിട്ടുള്ളത്. 24 മണിക്കൂറിനുള്ളിൽ വടക്കൻ കേരളത്തിൽ മഴ ശക്തിപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ശക്തമായി കാറ്റ് വീശുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലവർഷത്തിന്റെ വരവറിയിച്ച് കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടർന്നുവന്ന സാഹചര്യത്തിലാണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥിരീകരിച്ചത്. തെക്കൻ കേരളത്തിൽ ശക്തമായ മഴയാണ് തുടരുന്നത്. മധ്യകേരളത്തിലും തെക്കൻ ജില്ലകളിലും കനത്ത മഴ രേഖപ്പെടുത്തുമ്പോൾ വടക്കൻ ജില്ലകളിൽ മഴ ശക്തിപ്പെട്ടു വരുന്നതേയുള്ളൂ. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വടക്കൻ കേരളത്തിലും കാലവർഷം ശക്തിപ്പെടും. ജൂൺ 2 വരെ ശക്തമായ മഴ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ സുദേവൻ പറഞ്ഞു. ഈ വർഷത്തെ ഒരു വരൾച്ചയുടെ പിടിയിലായിരുന്ന കേരളത്തിന് വളരെ ആശ്വാസം നൽകുന്ന ഒരു തുടക്കം തന്നെയാണിത്. വരും ദിവസങ്ങളിലും കാലവർഷം ശക്തമായി തുടരും. 2-ാം തീയതി രാവിലെ വരെ കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതിനുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴയാകും ലഭിക്കുക. കാലവർഷത്തിന്റെ വരവ് ശക്തമായതിനെ തുടർന്ന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാറ്റിന്റെ വേഗത കൂടിയതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 44 മുതൽ 54 കിലോമീറ്റർ വരെ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. സംസ്ഥാനത്ത് കാലവർഷം ശക്തിപ്പെട്ടതോടെ വരൾച്ചയിൽ ബുദ്ധിമുട്ടിയിരുന്ന ജനങ്ങൾക്ക് ആശ്വാസമായി. മലയോര മേഖലയിൽ മഴ കനത്തതോടെ ജലസംഭരണികളിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മതിയായ രേഖകളില്ലാതെ സെൻകുമാറിനോടൊപ്പം 15 വർഷമായി തുടരുന്നുവെന്ന ഗ്രേഡ് എസ് അനിലിനെ സർക്കാർ സ്ഥലം മാറ്റി. ഡിജിപി ഓഫീസിൽ നിന്നും തിരുവനന്തപുരം സിറ്റിയിലേക്കാണ് സ്ഥലം മാറ്റിയത്. ഡിജിപി സെൻകുമാറിനുള്ള 4 ഗൺമാരുടെ സുരക്ഷ തുടരും. കഴിഞ്ഞ 15 വർഷത്തിലേറെയായി സെൻകുമാറിനൊപ്പം ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനാണ് അനിൽ. എന്നാൽ സെൻകുമാറിനൊപ്പം തുടരുന്നതിനുള്ള ഔദ്യോഗികമായ ഒരു രേഖയും അനിലിന്റെ കയ്യിലില്ല.
സെൻകുമാർ തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനിലിനെ കൂടെ തുടരാൻ അനുവദിക്കുകയായിരുന്നു. സെൻകുമാറിന്റെ സുരക്ഷാ വിഭാഗത്തിൽ ഒരു കുറവും സംസ്ഥാന സർക്കാർ വരുത്തിയിട്ടില്ല. DGP എന്ന നിലയിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷയുമാണ് നിലവിൽ സെൻകുമാറിനുള്ളത്. ആ 4 പേരും സെൻകുമാറിനോടൊപ്പം തന്നെ തുടരുകയും ചെയ്യും. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പ്രതികാര നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നതാണ് ഇത് തെളിയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജ്യത്തെ ഏറ്റവും വലിയ കടബാധ്യതയുള്ള പൊതുമേഖലാ കമ്പനിയായ എയർ ഇന്ത്യ മാറിയതിനു പിന്നാലെ UPA സർക്കാരിന്റെ കാലത്ത് ഇടപാടുകൾ CBI അന്വേഷിക്കും. എയർ ഇന്ത്യയ്ക്ക് ഭീമമായ നഷ്ടങ്ങൾ കാരണമായ ഇടപാടുകൾ നടത്തിയ ക്യാബിനറ്റ് മന്ത്രിമാർ, ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നേരെയും അന്വേഷണമുണ്ടാകും. എയർ ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനിടെയാണ് CBI അന്വേഷണം. ലോക പരിസ്ഥിതി ദിനത്തിൽ CPIM എറണാകുളം ജില്ലയിൽ സംഘടിപ്പിക്കുന്ന പെരിയാറിനൊരു ഇല്ലിത്തണൽ പദ്ധതിയുടെ ലോഗോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദിഷ് പ്രവീണിന് ഇല്ലിത്തൈ കൈമാറി പരിപാടിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. പെരിയാറിന്റെ തീരത്ത് 100 കിലോമീറ്ററോളം ദൂരത്തിൽ 25,000 ഇല്ലിത്തൈകൾ ഒറ്റ ദിവസം കൊണ്ട് നട്ടുപിടിപ്പിക്കുന്നതാണ് പരിപാടി. നടപടി മാതൃകാപരമാണെന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇത് ഏറ്റെടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാതൃകാപരമായ ഒരു കാര്യത്തിനാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. ആ ദിനത്തിൽ 1 കോടി വൃക്ഷത്തൈകൾ ആപാരവൃത്തം ജനങ്ങളും പങ്കെടുത്ത് നടുക എന്നതാണ് ഇതിനകം തയ്യാറാക്കിയിട്ടുള്ള പരിപാടി. തിരുവനന്തപുരം മേഖലയിലെ ഡേ കെയറുകളിൽ CCTV നിർബന്ധമാക്കണമെന്ന് റേഞ്ച് IG മനോജ് എബ്രാഹിമിന്റെ ഉത്തരവ്. രക്ഷിതാക്കൾക്ക് CCTV ദൃശ്യങ്ങൾ തത്സമയം ലഭ്യമാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. കൊച്ചിയിലെ ഡേ കെയറിൽ കുഞ്ഞിന് നേരെയുണ്ടായ പീഡനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. കൊച്ചിയിലെ കളിവീട് എന്ന ഡേ കെയർ സെന്ററിൽ കുട്ടിക്ക് നേരെയുണ്ടായ അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡേ കെയറുകളിൽ CCTV നിർബന്ധമാക്കണമെന്ന് ദക്ഷിണമേഖലാ IG മനോജ് എബ്രഹാം ഉത്തരവിട്ടത്. ക്യാമറയിലെ ദൃശ്യങ്ങൾ രക്ഷിതാക്കൾക്ക് തത്സമയം കാണാൻ സാധിക്കണം. ഇതിനായി മൊബൈലിലോ കമ്പ്യൂട്ടറിലോ എല്ലാ രക്ഷിതാക്കൾക്കും ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ സംവിധാനമൊരുക്കണം. ഡേ കെയറുകളിലെ എല്ലാ മുറികളിലും ക്യാമറ സ്ഥാപിച്ചെന്ന് ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ SIമാർക്കാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് കൈമാറിയത്. ഡേ കെയറുകളിൽ ആയമാരുടെ പീഡനമുണ്ടാകുന്നുവെന്ന പരാതി വ്യാപകമായ സാഹചര്യത്തിലാണ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കളക്ഷൻ വിഹിതത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ സിനിമാ സംഘടനകൾ. മൾട്ടിപ്ലക്സുകളും ലാഭവിഹിതം നൽകണമെന്ന് വിതരണക്കാരും നിർമ്മാതാക്കളും ആവശ്യമുന്നയിച്ചു. മൾട്ടിപ്ലക്സുകളിലെ മുഴുവൻ ചിത്രങ്ങളും പിൻവലിക്കാനും വിതരണക്കാരുടെയും നിർമ്മാതാക്കളുടെയും യോഗം തീരുമാനിച്ചു. പൊന്മുടി 4-ാം വളവിൽ മിനി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് 21 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അമരവിളയിൽ നിന്നും പൊന്മുടി സന്ദർശിച്ചു മടങ്ങിയ 2 കുടുംബങ്ങൾ അടങ്ങിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് വാഹനത്തിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തിയത്. 20 പേരെ വിതുര താലൂക്ക് ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റി. ഒരാളെ മെഡിക്കൽ കോളേജിലേക്കും. ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണമെന്ന് പോലീസ് അറിയിച്ചു. പൊന്മുടി പോലീസ് സ്റ്റേഷന് 20 കിലോമീറ്റർ അകലെയാണ് സംഭവമുണ്ടായത്. ഇന്ത്യയിൽ മനുഷ്യർക്കെതിരെ നടക്കുന്ന അക്രമ സംഭവങ്ങൾ ഭീതിപ്പെടുത്തുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജാതി വിവേചനത്തിനെതിരെ നടന്ന മിശ്രഭോജനത്തിന്റെ 100-ാം വാർഷികാഘോഷം ചെറായിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജാതി വിവേചനത്തിനെതിരെ ചെറായിയിൽ വിവിധ ജാതിയിൽപ്പെട്ടവരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ നടത്തിയ മിശ്രഭോജനത്തിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുമ്പോഴും മിശ്രഭോജനത്തിനിടയാക്കിയ സാഹചര്യം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 100 കൊല്ലങ്ങൾക്ക് മുൻപ് സഹോദരൻ അയ്യപ്പൻ സ്വീകരിച്ച നിലപാടിനെ ആദരവോടെ നമ്മൾ കാണുമ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒട്ടേറെ ജീർണതകൾ സ്വാഭാവികമായും നമ്മെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഇന്ന് ശാസ്ത്രം അതിവേഗതയിൽ പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുക. എന്നാൽ മനുഷ്യർക്ക് നേരെയുള്ള ക്രൂരത പഴയതുപോലെ തന്നെ തുടരുന്ന അവസ്ഥ നിലനിൽക്കുന്നുവെന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില വിഭാഗങ്ങൾക്ക് നേരെ
അന്ന് ജാതി വ്യവസ്ഥയുടെ ഭാഗമായി സ്വീകരിച്ചിരുന്ന ആക്രമണങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോഴും നിലനിൽക്കുന്നതായി കാണാൻ നമുക്ക് സാധിക്കും. എറണാകുളം ടൗൺഹാളിൽ സംഘടിപ്പിച്ച മിശ്രഭോജന സ്മൃതി സദ്യയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. മിശ്രഭോജന ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ജാതി വിവേചനത്തിനെതിരായ പ്രതിജ്ഞയെടുക്കുകയും 100 സ്മൃതി ദീപങ്ങൾ തെളിയിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനിലെ നമ്മുടെ ആരാധനാക്രമങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് നോമ്പാണ്. നോമ്പിനെ സംബന്ധിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് അല്ലാഹു നോമ്പ് നിയമമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിയമമാക്കിയിരിക്കുന്നു. നിങ്ങൾ ദൈവഭക്തിയുള്ളവരാകുന്നതിന് വേണ്ടി. അപ്പം നോമ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ദൈവഭക്തിയാണ്. ദൈവഭക്തി നേടിയെടുക്കലാണ് നോമ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് ദൈവഭക്തി? എന്താണ് നോമ്പിലൂടെ ആർജിക്കുന്ന ദൈവഭക്തി? നോമ്പിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹു പറയാൻ, കുല്ലു അമലി ബനി ആദമ ലഹു ഇല്ല സ്വയാമ ഫഇന്നഹു ലീ വ അന അജ്സീ ബിഹി. മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവനുള്ളതാണ്, നോമ്പൊഴികെ. നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം ഞാൻ തന്നെ നൽകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ആരാധനാക്രമങ്ങൾ നിർവഹിക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്. നമസ്കരിക്കുമ്പോൾ ആളുകൾ നമ്മുടെ നമസ്കാരം കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. സക്കാത്ത് കൊടുക്കുമ്പോൾ ചുരുങ്ങിയത് സ്വീകർത്താവെങ്കിലും സക്കാത്തിനെ സംബന്ധിച്ച് ഇയാൾ നൽകുന്നുണ്ട് എന്നറിയുന്നുണ്ട്. ഹജ്ജ് ചെയ്യുമ്പോൾ ജനലക്ഷങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് ഹജ്ജ് നിർവഹിക്കുന്നത്. അപ്പോൾ ജനങ്ങളറിയാതെ ഈ ആരാധനാകർമ്മങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നോമ്പ് അങ്ങനെയല്ല. ഒരാൾക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്ന് ഏറ്റവും കൂടുതൽ അറിയുക അവനും അവനെ സൃഷ്ടിച്ച നാഥനും മാത്രമാണ്. മറ്റാർക്കും അറിയാൻ കഴിയുകയില്ല. എല്ലാവരുടെയും കൺമുമ്പിൽ നിന്ന് മറച്ചു വെച്ച് ഒളിപ്പിച്ചു വെച്ച് എനിക്ക് നോമ്പില്ലാത്തവനായി മാറാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല? എൻ്റെ കർമ്മങ്ങൾ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധമാണ്. അള്ളാഹു കാണുന്നുണ്ട്. ആരും കാണുന്നില്ലെങ്കിലും അള്ളാഹു എൻ്റെ നോമ്പ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ബോധം, ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. ഈ ആരാധന മാത്രമല്ല, അള്ളാഹു മാത്രം കാണുന്നു എൻ്റെ ജീവിതം മുഴുക്കയും. ഇങ്ങനെ ഒരു ബോധം മനുഷ്യനുണ്ടായാൽ അവിടെയാണ് സൂക്ഷ്മതയുണ്ടാവുക. അതാണ് ദൈവഭക്തി. ആ ദൈവഭക്തി ആർജിക്കുവാൻ ജഗന്നിയന്താവായ നാഥൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.